ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് യോഹന്നാനുണ്ടായ വെളിപാട് 1-ാം അധ്യായം 4 മുതൽ 4-ഉം 5-ഉം 2 വാക്യങ്ങളും നിങ്ങളോടൊപ്പം വായിച്ച് അതിനെ പങ്കിടുവാന്ന് വിശ്വസിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി യോഹന്നാൻ എഴുതിയ വെളിപാട് 1-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ യോഹന്നാൻ ആരെന്ന് നാം നോക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ, അപ്പോസ്തലികത്വത്തിൽ കൂടെ അപ്പോസ്തലനായി മാറിയ യോഹന്നാൻ യേശുവിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. യേശുവിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതിന് ശേഷം യോഹന്നാനെ കൊല്ലുവാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. അതിൽ ആദ്യത്തെ പ്രാവശ്യം യോഹന്നാനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ യോഹന്നാനെ തുർക്കി മൈനറിൽ നിന്നും യോഹന്നാനെ കൊണ്ടുചെന്ന് ടൂണീഷ്യന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ ടേബിളിൽ കിടത്തിയിട്ട് അവന്റെ നെടുകെ വലിയ വാളെടുത്ത് കീറി കൊല്ലുവാൻ വേണ്ടി ഉള്ള ആജ്ഞ നടപ്പാക്കുമ്പോൾ, ഇവർ കത്തിയെടുത്ത് കീറി കൊണ്ടുപോകുമ്പോൾ തന്റെ ശരീരം കീറിപ്പോകുന്ന ആ ഭാഗം തിരികെ വീണ്ടും ഒട്ടിച്ചേർന്ന് വരുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാവുകയും, അപ്പോൾ അങ്ങനെയും യോഹന്നാനെ കൊല്ലുവാൻ സാധ്യമല്ല എന്നുള്ളൊരു വാഞ്ച അവർക്കുണ്ടാവുകയും, അതിനുശേഷം രണ്ടാമത് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ മുക്കിക്കൊല്ലുവാൻ കൽപ്പന ഉണ്ടാവുകയും, ആ കൽപ്പനയിൻ പ്രകാരം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ എടുത്ത് ഇട്ട യോഹന്നാൻ അവിടെ നിന്നും ചോദിക്കുകയാണ്, സഹോദരന്മാരെ, എനിക്ക് തണുക്കുന്നു, പുതയ്ക്കുവാൻ വല്ലതും തരണേ എന്ന്. അത്രത്തോളം ഒന്ന് ശ്രദ്ധിക്കുക, 100 ഡിഗ്രി വെള്ളത്തിൽ തിളച്ചാൽ നമുക്ക് കൈയൊന്നും മുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എണ്ണയാണ്, ആ എണ്ണയിൽ തിളച്ചു മറിയുന്ന എണ്ണയിൽ എടുത്തിട്ടപ്പോൾ ആ യോഹന്നാൻ ഒന്ന് പറയുകയാണ്, സഹോദരന്മാരെ, എനിക്ക് പുതയ്ക്കുവാൻ വല്ലതും തരണേ, തണുക്കുന്നുവെന്ന്. അപ്പോൾ ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, യേശു ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ച, സുവിശേഷത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ആ യോഹന്നാനാണ് പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മെ നിലനിർത്തുന്നതും. അതിനുശേഷം 3-ാമത്തെ പ്രാവശ്യമാണ് യോഹന്നാനെ 2 പ്രാവശ്യം കൊല്ലുവാൻ നോക്കിയിട്ട് സാധിക്കാത്തതിന് ഫലമായി 3-ാമത്തെ പ്രാവശ്യം യോഹന്നാൻ എന്ത് ചെയ്തു? അവർ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ ഏകാന്ത തടവിൽ ആയിരിക്കുമ്പോഴാണ് ഈ വെളിപ്പാടുണ്ടാകുന്നത്, യേശുവിന്റെ ദർശനം ഉണ്ടാകുന്നത്, അന്ത്യകാല ദർശനം യോഹന്നാന് ലഭിക്കുന്നത്. ആ യോഹന്നാൻ അവിടെ വെച്ച് ലഭിക്കുന്ന ദർശനമാണ് പ്രിയമുള്ളവരെ നാം ഇവിടെ കഴിഞ്ഞ ദിവസവും ഇന്നും കൂടെ വായിച്ചു കേട്ടതും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതും. അതാണ് ആസ്യയിലെ 7 സഭകൾക്കും എഴുതുക. ആസ്യ എന്നുള്ളത് ഒരു രാജ്യം, നമ്മുടെ ഏഷ്യ മൈനറാണ് പ്രിയമുള്ളവരെ. ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന 7 സഭകൾക്ക് എഴുതുവാനാണ്, 7 സഭകൾക്ക് കത്തയക്കുകയാണ്. 7 സഭകൾക്ക് അവിടെ നിന്ന് വിവരണത്തോടു കൂടെ വെച്ച് അവരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സുവിശേഷം അറിയിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അതിൽ എഴുതി രേഖപ്പെടുത്തുന്നത്, ഇരിക്കുന്നവൻ. ആരാണ് ഇരിക്കുന്നവൻ? ഇന്നും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനായ യേശു ക്രിസ്തു. ഇരുന്നവൻ എന്നിരുന്നതാണ് യേശു ക്രിസ്തു. ഈ ലോകത്തിൽ ഭൂജാതനായി മനുഷ്യനെ അവതരിച്ച് വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്നവൻ, അവിടെ ഇരുന്നവനാണ് ആ യേശു ക്രിസ്തുവാണ്. അടുത്ത് വരുന്നവനുമായെങ്കിൽ എന്ന് വരും? മാനവരാശിയെ രക്ഷിപ്പാൻ വേണ്ടി ഒരിക്കൽ മനുഷ്യ അവതാരമായി ഭൂജാതനായി വന്നു. ഇനി രണ്ടാമത് വരുന്നത് മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടി യേശു കർത്താവ് വീണ്ടും വരുമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതെ, യേശുവിങ്കലുള്ള സമാധാനം, യേശുവിങ്കലുള്ള കൃപ, യേശുവിങ്കലുള്ള വിടുതൽ, യേശുവിന്റെ രക്തത്താലുള്ള വിടുതൽ, യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ
പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. ലജ്ജിച്ചു പോകുവാൻ, നാം പിന്തിരിഞ്ഞു പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. നമ്മുടെ ഓരോ വഴികളിലും നമുക്ക് ആക്കുവാൻ, നമുക്ക് ഒരു താങ്ങും തണലുമായി കൂടെയുള്ള കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ അവസാനം വായിക്കുമ്പോൾ, നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ കാക്കുന്ന ഒരു അനുഭൂതി നമുക്ക് അവിടെ ഉണ്ടാകും. കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ അവന്റെ പുത്രനെ ചുംബിച്ചു കൊള്ളുക. അതെ, നമുക്ക് ഓരോരുത്തർക്കും വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ സംഹാരകൻ എപ്രകാരമാണ്, ഏത് വിധത്തിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ആ സംഹാരകന്റെ മധ്യയിൽ നിന്നും, ആ സംഹാരകന്റെ കയ്യിൽ നിന്നും, ആ സംഹാരകന്റെ പിടിയിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും രക്ഷിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.